ഗൈസ്, അപ്പോൾ നമ്മൾ കാത്തിരുന്ന് ടെൻഷൻ അടിച്ച് നമ്മുടെ അവസാനം നമ്മുടെ മാർച്ച് മാസത്തിൽ നമുക്ക് നടക്കേണ്ടിയിരുന്ന +2 പരീക്ഷയും പാസ്സായില്ലേ. നിങ്ങൾ പാസ്സായെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എക്സാമിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം ഒരു 10 ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. ഞാനല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് 10 ആൻസർ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞോ. കാരണം ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ആൻസർ എടുക്കാൻ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത്രയും കാര്യങ്ങളായിരുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മലയാളം ഉണ്ട്. ദ ഇക്വിലിബ്രിയം പ്രൈസ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. നമുക്കറിയാം ഇക്വിലിബ്രിയം പ്രൈസ് പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇനി ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് നമ്മളത് ഓൾറെഡി പറഞ്ഞായിരുന്നു. കുറച്ച് ഫേമുകൾ മാർക്കറ്റിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി വരാനും പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ മാർക്കറ്റിൽ എപ്പോഴും എന്തായിരിക്കും, എല്ലാവർക്കും വലിയ പ്രൈസ് കിട്ടും. ഇല്ല, അവിടെ എന്തായിരിക്കും മിനിമം എ സിക്ക് തുല്യമായ പ്രൈസ് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആയിരുന്നു ശരി ഉത്തരം. ഇനി മലയാളത്തിൽ നോക്കാം. പ്രവേശിക്കാനും പുറത്തു പോകാനും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പൂർണ്ണ മത്സര കമ്പോളത്തിലെ സന്തുലിത വില എന്തായിരിക്കും, എപ്പോഴും വില ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കണേ. മലയാളത്തിൽ നോക്കാം ആദ്യം. പ്രസിദ്ധമായ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം എഴുതിയതാര്? ഒരേ ഒരു ഉത്തരം, ഒരൊറ്റ ഉത്തരം അല്ലേ. ആരാണ്? ജെഎം കെയ്ൻസ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം വരട്ടോ. ജെഎം കെയ്ൻസ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. നമുക്കിവിടെ മൂന്നാമത്തെ ചോദ്യം, ദ സ്റ്റോക്ക് ഓഫ് അൺസോൾഡ് ഓർ ഫിനിഷ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? വിറ്റ് പോകാത്ത, അല്ലെങ്കിൽ എന്താണ് പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ വിറ്റ് പോയിട്ടില്ല, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് മുഴുവനായിട്ട് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ഫേമിലുണ്ടാകുന്ന സാധനം ഉണ്ടാവും അല്ലേ, അങ്ങനെ ബാക്കിയായി കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഫേമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ്, അതേപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്, അതേപോലെ റോ മെറ്റീരിയൽ, ഇതിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ പേരായിരുന്നു ഇൻവെൻട്രീസ് എന്ന് പറയുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. സിമ്പിളായിട്ട് നമ്മൾ ലൈവിൽ പറഞ്ഞ ചോദ്യമായിരുന്നത്. അപ്പോൾ ഇൻവെൻട്രികൾ എന്നാണ് നമ്മൾ പറയുക. ഒരു ഉൽപ്പാദന യൂണിറ്റിൽ വിൽക്കപ്പെടാതെ കിടക്കുന്ന മുഴുവൻ യൂണിറ്റുകൾ, അതെന്തൊക്കെയാണ്? പൂർത്തിയായതായിരിക്കാം, അല്ലെങ്കിൽ എന്താ ഭാഗികമായി പൂർത്തിയായ ഉൽപ്പന്നങ്ങളൊക്കെ അതിൽ പെടാവുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ഇൻവെൻട്രി എന്നാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം, ചോദന വക്രത്തിൻ്റെ ഇടതുഭാഗത്തേക്കുള്ള മാറ്റമാണ് ചിത്രത്തിലുള്ളത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടത്. നിങ്ങൾ കാണുന്നത്ര വലിയ പേടിയൊന്നും പേടിക്കാനില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിമാൻഡ് കർവ്. ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡിമാൻഡ് കർവ് എന്താണ്? പുതിയൊരു ഡിമാൻഡ് കർവായിട്ട് ഇവിടെ മാറുകയാണ് ചെയ്തത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷിഫ്റ്റ് ഡിമാൻഡ് കർവിൽ സംഭവിക്കണമെങ്കിൽ, ഷിഫ്റ്റ് ഡിമാൻഡ് കർവിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻകത്തിന് മാറ്റം വരണം അല്ലേ. ഇൻകം ഒന്നുകിൽ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ വേണം. നമുക്കറിയാം ഇതിപ്പോൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയേ, ഇടതുഭാഗത്തേക്കാണ്. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? നമ്മുടെ ഇൻകം കുറഞ്ഞു എന്നുള്ള ഭാഗമാണ് നമുക്ക് ഉത്തരം വരേണ്ടത്. അപ്പോൾ നോക്കി, നിങ്ങളുടെ വരുമാനമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് 4 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അത് മാത്രമാണ് ഉത്തരം വരാൻ ചാൻസ് കേട്ടോ. ഉൽപ്പന്നത്തിൻ്റെ വില വർദ്ധിക്കുന്നു, തെറ്റല്ലേ, അത് നമുക്ക് നോക്കേ വേണ്ട. വില കുറയുന്നു, അതും നോക്കേണ്ട, തെറ്റാണല്ലേ. ഇനി ഉപഭോക്താവിൻ്റെ വരുമാനം കരയുന്നു എന്നുണ്ടോ? കരയുന്നു എന്നല്ലടാ ശരിക്കത്, കുറയുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. എന്തോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാക്കി മിസ്റ്റേക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നത്. കരയുന്നു, നിങ്ങൾ നോക്കണ്ടോ, ഉത്തരം കുറയുന്നു എന്നാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരിക, കരയുന്നതല്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഡിക്രീസസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം വരിക. അതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യം നോക്കാം. ഇനി അഞ്ചാമത്തെ ചോദ്യം ഉണ്ടോ മക്കളെ? അഞ്ചാമത്തെ ചോദ്യം നോക്കോളും. അഞ്ചാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. നമ്മളിത് പറഞ്ഞതാണ്, ഒരു കറൻസി മറ്റൊരു കറൻസിയുടെ മൂല്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെന്താ പറയുക? എക്സ്ചേഞ്ച് റേറ്റ്. നമ്മൾ ലൈവിൽ പറഞ്ഞതായിരുന്നു ചോദ്യം. എക്സ്ചേഞ്ച് റേറ്റ് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? വിനിമയ നിരക്ക് എന്നാണ് പറയുക. അതായത് കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂല്യം അറിയപ്പെടുന്ന പേരെന്താണ്? വിനിമയ നിരക്ക്. ആ പേരിന് തന്നെ കിട്ടും. ഇനി ഇതൊന്നും പഠിച്ചാത്ത ഒരാൾക്ക് പോലെ ഇത് ഉത്തരം കിട്ടും. കാരണം എന്താ, വിനിമയം എന്ന് പറഞ്ഞ ഇവിടെ ഉത്തരത്തിലുള്ളത് എവിടെയാണ് നോക്കുക? വിനിമയം എവിടെ കാണുന്നത്? ഈ വിനിമയ നിരക്കിൽ മാത്രമാണ്. അതുകൊണ്ട് ഉത്തരം വരിക ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക കേട്ടോ. ഇനി ആറാമത്തെ ചോദ്യം, P1x1 + P2x2 ≤ m എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇതെന്താണ് പറഞ്ഞത്? ബജറ്റ് ലൈൻ സമവാക്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും? ബജറ്റ് രേഖ സമവാക്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. എന്താണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബജറ്റ് ലൈൻ ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ടോട്ടൽ റെസിപ്റ്റ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ടോട്ടൽ റെസിപ്റ്റ് എന്ന് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നത് എന്താണ്? ബജറ്റ് ഡെഫിസിറ്റ് ആയിരിക്കും പറഞ്ഞത്? അല്ല. റവന്യൂ ഡെഫിസിറ്റ് ആയിരിക്കും? അല്ല. പ്രൈമറി ഡെഫിസിറ്റ് ആണോ? അല്ല. പിന്നെ ഏത് വരിക? ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇനി അത് കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നോക്കിക്കോട്ടോ. ഇവിടെ പറഞ്ഞിട്ട് എക്സ്ക്ലൂഡ് ബോറോവിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ എഴുതുമ്പോൾ. എന്താ പഠിച്ചിട്ടുള്ളത്? ഫിസിക്കൽ ഡെഫിസിറ്റ് ഇസിക്കൽ ടു നമ്മൾ പഠിച്ചതാണ് FD ഇസിക്കൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റവന്യൂ എന്ന് എഴുതും. എന്നിട്ട് നമ്മളവിടെ എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കില്ലേ? ഒരാളെ ഒഴിവാക്കാറുണ്ട്. ആരെ ഒഴിവാക്കുന്നത്? എക്സ്ക്ലൂഡ് ബോറോവിങ്. കടം വാങ്ങി നമ്മൾ ഉൾപ്പെടുത്താറുണ്ടോ? ഇല്ലാതെ നമ്മൾ ഒഴിവാക്കുക ചെയ്യാറില്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, എക്സ്ക്ലൂഡ് ബോറോവിങ്. കടം വാങ്ങി നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ തരികയാണ് നമുക്കിവിടെ ചെയ്തത്. അപ്പോൾ എന്ത് ഉത്തരം വരിക? ഓപ്ഷൻ ഡി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വരിക. ഇനി മലയാളത്തിലാകുമ്പോൾ അതിന് ഉത്തരം തരം വരിക നോക്കണേ. ഗവൺമെൻറ്റിൻ്റെ ആകെ ചെലവും അതേപോലെ വായ്പ ഒഴികെയുള്ള ആകെ വരുമാനം തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്ന പേരാണ് ധനക്കമ്മി. ഓപ്ഷൻ ബി അല്ല, ഡി ആണ് കേട്ടോ. ഡി ധനക്കമ്മിയാണ് നമ്മുടെ ഉത്തരം വരിക. ഇനി എട്ടാമത്തെ ചോദ്യം, ശരാശരി വരുമാനം അഥവാ
ആവറേജ് റവന്യൂ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിൻ്റെയും ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? ടോട്ടലിന് അതിൻ്റെ ക്വാണ്ടിറ്റി കൊണ്ട് ഇവിടെ റവന്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് വരാം? ടോട്ടൽ റവന്യൂ ഡിവൈഡ് ബൈ ക്യൂ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഇനി നെക്സ്റ്റ് 9ാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് MPC പ്ലസ് MPS. നമ്മളിത് കാണാതെ എത്രയോ വട്ടം ചെയ്ത് തറവാക്കി കാര്യമാണ് അല്ലേ. MPCയും MPSും കൂട്ടി കഴിഞ്ഞാൽ എപ്പോഴും ഉത്തരം എത്രയാണ്? 1 കിട്ടുക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോസ് വാല്യൂ ആഡഡ് GVA അറ്റ് ഫാക്ടർ കോസ്റ്റ്. നമുക്കിത് ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതി വെക്കാം. ഗ്രോസ് വാല്യൂ ആഡഡ് GVA അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ GVFC പ്ലസ് NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? നമ്മൾ ഉത്തരം പറയാം. നമുക്കറിയാം ഈ FCയുടെ കൂടെ NIT എപ്പോൾ കൂട്ടിയാൽ എന്താ കിട്ടുക? MP ആണ് കിട്ടുക അല്ലേ. അപ്പോൾ അതേ ഉത്തരം ഇതാ GVA MP എന്ന് പറഞ്ഞ ഉത്തരം ഓപ്ഷനിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതായിരിക്കും ശരി ഉത്തരം. നെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ നമുക്ക് ആദ്യം തന്നെ 2 വെട്ടിക്കളയാം. പിന്നെ എന്താ ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. യെസ്, എക്സാക്ട് നമ്മുടെ ഉത്തരം ഉണ്ട്. അപ്പം ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം വരും. അപ്പോൾ 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കമ്പോള വിലയിലുള്ള മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യമാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്? കമ്പോള വില എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ്, മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറഞ്ഞാൽ GVA എന്ന് പറയുന്നത്. അപ്പോൾ 10 മാർക്കായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. 10 മാർക്കിൽ നിങ്ങൾ 8 മാർക്ക് നേടിയാൽ മതി. അപ്പോൾ 8ൽ 8 മാർക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പരീക്ഷയെക്കുറിച്ച് നിങ്ങളുടെ മൊത്തം അഭിപ്രായം എന്താ വെച്ചാൽ അതും കൂടി കമൻറ്റ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.